രണ്ട് ഭീമൻ കമ്പനികൾ ഒന്നിക്കുന്നു. നമ്മളിത് വാർത്തകളിലൊക്കെ ഒരുപാട് കേൾക്കുന്നതാണല്ലേ, വലിയ ആഘോഷമായിരിക്കും. പക്ഷേ സത്യം പറഞ്ഞാൽ ഒരു ലയനത്തിന്റെ യഥാർത്ഥ കഥ തുടങ്ങുന്നത് ആ ഒരൊറ്റ വാർത്തയിൽ നിന്നാണ്. ഒപ്പിട്ട കരാറുകൾക്കപ്പുറം രണ്ട് വ്യത്യസ്ത ലോകങ്ങളെ ഒന്നാക്കുന്ന വളരെ സങ്കീർണമായൊരു പ്രക്രിയയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ രണ്ട് ലോകങ്ങളെ വിജയകരമായിട്ട് ഒന്നാക്കുന്നത്? അതിന്റെ വിജയരഹസ്യത്തിലേക്കാണ് നമ്മൾ ഇന്ന് കടന്നു ചെല്ലാൻ പോകുന്നത്. അപ്പോ ഒന്നാലോചിച്ചു നോക്കൂ, ഒരു ലയനത്തിൽ എന്തായിരിക്കും ഏറ്റവും വലിയ വെല്ലുവിളി? വിലപേശലാണോ അതോ നിയമപരമായ കടലാസ് പണികളാണോ? എന്തായിരിക്കും അത്? ഉത്തരം ഇതാണ്: കരാറിൽ ഒപ്പുവെച്ചതിന് ശേഷം വരുന്ന ഓരോ കാര്യങ്ങളും. അതെ, അവിടെയാണ് ശരിക്കുള്ള കളി തുടങ്ങുന്നത്. മിക്ക ലയനങ്ങളും പരാജയപ്പെട്ടു പോകുന്നത് ഈ ഘട്ടത്തിലാണ്. കാരണം രണ്ട് വ്യത്യസ്ത കമ്പനികളെ ഒരുമിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു പേപ്പറിൽ ഒപ്പിടുന്നതുപോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈ ഒരു പ്രോസസ്സിനാണ് നമ്മളൊരു പേര് പറയുന്നത്: പോസ്റ്റ് മെർജർ ഇൻ്റഗ്രേഷൻ, അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ PMI. സംഭവം ലളിതമായി പറഞ്ഞാൽ, രണ്ട് കമ്പനികളെയും അവരുടെ പ്രവർത്തനങ്ങളെയും ഒരുമിച്ച് നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു ലാഭവും ഗുണവും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വലിയ പ്രക്രിയയാണിത്. ഇത് വെറുതെ ഒരു കൂട്ടിച്ചേർക്കലല്ല, മറിച്ച് ശരിക്കും ഒന്നായി മാറുന്ന ആ ഒരു യാത്രയാണ്. അപ്പോ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയൊരു കാര്യത്തെ നമ്മൾ എങ്ങനെ മറികടക്കും? അതിന് നമുക്കൊരു ബ്ലൂ പ്രിന്റ് വേണം, അല്ലേ? ഒരു പുതിയ ഒന്നായ കമ്പനിയെ എങ്ങനെ കെട്ടിപ്പടുത്തണം എന്നതിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ. അതാണ് ഈ PMI പ്ലാൻ. ഏതൊരു വലിയ പണി തുടങ്ങുമ്പോഴും ആദ്യം വേണ്ടതെന്താ? ആരാണ് എന്ത് ചെയ്യേണ്ടതെന്നുള്ളൊരു ക്ലാരിറ്റി. ഇവിടെയും അതുതന്നെയാണ്. ഒരു ഇന്റഗ്രേഷൻ ലീഡ് ഉണ്ടാകും. അദ്ദേഹമാണ് മൊത്തത്തിലുള്ള കാര്യങ്ങൾ നോക്കുന്നത്. പിന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിനും അതിൻ്റേതായ തലവന്മാർ കാണും. HR-നൊരാൾ, IT-ക്ക് വേറൊരാൾ, ഫിനാൻസിനും ഒറ്റൊരാൾ. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താന്ന് വെച്ചാൽ, ആർക്കും ഒരു കൺഫ്യൂഷനും ഉണ്ടാവില്ല. എല്ലാവർക്കും അവരുടെ ജോലി എന്താണെന്ന് കൃത്യമായി അറിയാം. ഈ മൊത്തം പ്രോസസ്സിനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. വളരെ സിമ്പിളാണ്. സ്റ്റെപ്പ് 1 പ്ലാനിംഗ്, അതായത് ഒരു റോഡ് മാപ്പ് ഉണ്ടാക്കുക. സ്റ്റെപ്പ് 2 എക്സിക്യൂഷൻ, അതായത് ഉണ്ടാക്കിയ പ്ലാനങ്ങ് നടപ്പിലാക്കുക. ടീമുകളെയും സിസ്റ്റങ്ങളെയും എല്ലാം ഒന്നാക്കുക. ഇനി സ്റ്റെപ്പ് 3 ഒപ്റ്റിമൈസേഷൻ, അതായത് എല്ലാം വിചാരിച്ച പോലെ നടക്കുന്നുണ്ടോ എന്ന് നോക്കുക. വേണ്ട മാറ്റങ്ങൾ വരുത്തി കാര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുക. ഓക്കേ, പ്ലാനൊക്കെ റെഡി. ഇനി ഇത് നടപ്പിലാക്കണം. സത്യം പറഞ്ഞാല് ഇവിടെയാണ് ഏറ്റവും വലിയ വെല്ലുവിളികൾ ഒളിഞ്ഞിരിക്കുന്നത്. കാരണം നമ്മൾ രണ്ട് കമ്പനികളെ മാത്രമല്ലല്ലോ ഒന്നാക്കുന്നത്, രണ്ട് വ്യത്യസ്ത ലോകങ്ങളെയാണ്. ഒരു പ്രധാനപ്പെട്ട വാചകമുണ്ട്. അത് കേട്ടാൽ തന്നെ ഇതിന്റെ ഒരു ആഴം നമുക്ക് മനസ്സിലാവും. ഏറ്റവും വലിയ വെല്ലുവിളി ബാലൻസ് ഷീറ്റുകൾ ലയിപ്പിക്കുന്നതല്ല, മറിച്ച് സംസ്കാരങ്ങൾ ലയിപ്പിക്കുന്നതാണ്. ശരിയല്ലേ? കണക്കുകളൊക്കെ ഒരു അക്കൗണ്ടന്റിനെ വെച്ച് ശരിയാക്കാം. പക്ഷേ ആളുകളുടെ മനസ്സ്, അവരുടെ ശീലങ്ങൾ, അതെങ്ങനെയാ നമ്മൾ ഒന്നാക്കുക? അതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഈ ഒരു ഉദാഹരണം നോക്കൂ. കമ്പനി A എന്ന് പറയുന്നത് കുറച്ചുകൂടി ഫോമലാണ്. ബോസ് പറയുന്നത് കേൾക്കുക, അത് ചെയ്യുക. അതേസമയം കമ്പനി Bയോ, അവിടെ എല്ലാവരും ഒന്നിച്ചിരുന്ന് തീരുമാനങ്ങൾ എടുക്കുന്നു. പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ ഒരു മടിയുമില്ല. ഒന്ന് ആലോചിച്ചു നോക്കിയേ, ഈ രണ്ട് കൂട്ടരും ഒരുമിച്ചൊരു ഓഫീസിൽ വന്നിരിക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ഉറപ്പല്ലേ, പ്രശ്നങ്ങളുണ്ടാവും. അപ്പോ ഈ സാംസ്കാരിക പ്രശ്നം എങ്ങനെ പരിഹരിക്കും? അതിനും ഒരു പ്ലാൻ വേണം. ആദ്യം തന്നെ എന്തൊക്കെയാണ് പ്രധാന വ്യത്യാസങ്ങളെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് രണ്ട് കൂട്ടർക്കും ഒരുമിച്ച് മുന്നോട്ടു പോകാൻ ഒരു പുതിയ വിഷൻ, പുതിയ മൂല്യങ്ങൾ ഉണ്ടാക്കണം. പിന്നെ നല്ലപോലെ സംസാരിക്കണം. ജീവനക്കാർക്ക് പറയാനുള്ളത് കേൾക്കണം. അവരെ ഈ പുതിയ യാത്രയുടെ ഭാഗമാക്കണം. സംസ്കാരത്തിന്റെ കാര്യം മാത്രമല്ല കേട്ടോ, ഓരോ ഡിപ്പാർട്ട്മെന്റിനും, അത് HR ആവട്ടെ, ഫിനാൻസ് ആവട്ടെ, IT ആവട്ടെ, എല്ലാവർക്കും വ്യക്തമായ ഒരു പ്ലാൻ വേണം. കാരണം ഓരോരുത്തരുടെയും പ്രശ്നങ്ങളും ആവശ്യങ്ങളും വ്യത്യസ്തമായിരിക്കും. ഇതൊന്ന് നോക്കിയേ, ഓരോ ഡിപ്പാർട്ട്മെന്റും എത്ര വ്യത്യസ്തമായ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന്. HR ജീവനക്കാരെയും അവരുടെ റോളുകളും നോക്കുമ്പോൾ, ഫിനാൻസ് ടീം അക്കൗണ്ടുകളും റിപ്പോർട്ടുകളും ഒക്കെ ഒന്നാക്കുന്ന തിരക്കിലായിരിക്കും. ടെക്നോളജി ടീം സിസ്റ്റങ്ങൾ മെർജ് ചെയ്യും. മാർക്കറ്റിംഗ് ടീം പുതിയൊരു ബ്രാൻഡ് ഐഡന്റിറ്റി ഉണ്ടാക്കും. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഭയങ്കര വലിയ ഓപ്പറേഷനാണ്. നമുക്ക് ടെക്നോളജിയുടെ കാര്യം മാത്രം ഒന്ന് വിശദമായി നോക്കാം. രണ്ട് കമ്പനികളുടെയും സോഫ്റ്റ്വെയറുകൾ തമ്മിൽ കണക്ട് ചെയ്യണം. അതും പോരാഞ്ഞിട്ട് ഒരു കമ്പനിയുടെ ഡേറ്റ മുഴുവൻ മറ്റേ കമ്പനിയുടെ സിസ്റ്റത്തിലേക്ക് മാറ്റണം. അത് ചെയ്യുമ്പോൾ ഒരു ഡേറ്റ പോലും നഷ്ടപ്പെടാനും പാടില്ല. പിന്നെ സൈബർ സെക്യൂരിറ്റി, അതുറപ്പാക്കണം. പോരാത്തതിന് പുതിയൊരു IT സപ്പോർട്ട് ടീമിനെയും ഉണ്ടാക്കണം. കണ്ടില്ലേ, ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം തന്നെ എത്ര കോംപ്ലിക്കേറ്റഡ് ആണെന്ന്. ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ഇതെല്ലാം ചെയ്തു. പക്ഷേ ഇതൊക്കെ ചെയ്തതുകൊണ്ട് വല്ല ഗുണവുമുണ്ടായോ? നമ്മൾ വിജയിച്ചോ അതോ പരാജയപ്പെട്ടോ? അതെങ്ങനെ അറിയും? അതിനാണ് നമ്മൾ അളവുകൾ ഉപയോഗിക്കുന്നത്.
ഇതിനായി നമ്മൾ കുറച്ച് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററുകൾ, അതായത് KPIs, സെറ്റ് ചെയ്യും. ഉദാഹരണത്തിന്, നമ്മൾ പ്രതീക്ഷിച്ച അത്രയും പണം ലാഭിക്കാൻ പറ്റിയോ, വരുമാനം കൂടിയോ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നല്ല കഴിവുള്ള ജീവനക്കാർ നമ്മളെ വിട്ടു പോകുന്നുണ്ടോ, അതുപോലെ കസ്റ്റമേഴ്സ് ഹാപ്പിയാണോ. ഈ നമ്പറുകൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും കാര്യങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഈ ചാർട്ട് നോക്കൂ. ഡേറ്റ എങ്ങനെയാണ് നമ്മളോട് സംസാരിക്കുന്നതെന്ന് ഇതിൽ വ്യക്തമാണ്. നമ്മുടെ ലക്ഷ്യം 90% ജീവനക്കാരെയും കമ്പനിയിൽ നിലനിർത്തുക എന്നതായിരുന്നു. ആദ്യത്തെ 3 മാസം അത് 88%. ലക്ഷ്യത്തിൽ നിന്ന് കുറവാണ്. പക്ഷേ നമ്മൾ ചില മാറ്റങ്ങൾ വരുത്തിയപ്പോൾ അടുത്ത 3 മാസം അത് 91% ഉയർന്നു. അതിന്റെ അർത്ഥമെന്താ? നമ്മൾ ശരിയായ വഴിയിലാണ് പോകുന്നതെന്ന് തന്നെ. ഇനി ഇത് നോക്കൂ, ഫിനാൻസ് ടീം അവരുടെ സമയം എവിടെയാണ് കൂടുതൽ ചെലവഴിക്കുന്നതെന്ന്. 40% സമയവും 2 കമ്പനികളുടെയും കണക്കുകൾ ഒന്നാക്കാനാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ലയനം കൊണ്ടുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ട്രാക്ക് ചെയ്യാനും പുതിയ ബജറ്റ് ഉണ്ടാക്കാനും സമയം കണ്ടെത്തുന്നു. ഇത് കാണിക്കുന്നത് അവരുടെ പ്രയോറിറ്റികൾ വളരെ ക്ലിയർ ആണെന്നാണ്. അപ്പോ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചതിൽ നിന്ന് വിജയത്തിലേക്കുള്ള താക്കോലുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചുരുക്കി നോക്കാം, അല്ലേ? ഒരു ലയനം വിജയിക്കണമെങ്കിൽ പ്രധാനമായും 3 കാര്യങ്ങൾ ബാലൻസ് ചെയ്യണം. 1. സാമ്പത്തികമായി നേട്ടമുണ്ടാക്കുക. 2. ആളുകളെ ഒന്നിപ്പിക്കുക, അതായത് ഒരു പുതിയ കൾച്ചർ ഉണ്ടാക്കിയെടുക്കുക. 3. ഏറ്റവും പ്രധാനപ്പെട്ടത്, നിലവിലുള്ള ബിസിനസ്സിന് ഒരു കോട്ടവും തട്ടാതെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുക. ഈ 3 തൂണുകളും ഒരുപോലെ ശക്തമാണെങ്കിൽ മാത്രമേ ആ ലയനമെന്ന കെട്ടിടം നിലനിൽക്കൂ. അപ്പോ ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിനു മുൻപ് നമുക്ക് സ്വയം ചോദിക്കാവുന്ന ഒരൊറ്റ ചോദ്യമുണ്ട്. നമ്മുടെ ഇന്റഗ്രേഷൻ പ്ലാൻ ഈ 3 കാര്യങ്ങളും ഉറപ്പുവരുത്തുന്നുണ്ടോ? അതായത് സാമ്പത്തിക നേട്ടവും സാംസ്കാരിക ഐക്യവും ബിസിനസിന്റെ സുഗമമായ നടത്തിപ്പും. ഈ ചോദ്യത്തിനുള്ള ഉവ്വ് എന്ന ഉത്തരത്തിലാണ് ഓരോ ലയനത്തിന്റെയും യഥാർത്ഥ വിജയം ഒളിഞ്ഞിരിക്കുന്നത്.